അപ്പോഴേ താറാവ് കട്ടിയാൻ പോണേ കേട്ടാ. ഇന്ന് ക്രിസ്മസിന് രാവിലെ പണി തുടങ്ങാൻ പോണിയാണ്, കാപ്പിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ രാവിലെ താറാവ് കറി വെക്കാൻ പോണിയാണ് കേട്ടോ, കട്ടിയാൻ പോണിയാണ്. അപ്പോൾ ഇത് നമ്മൾ കടമക്കുടിയിൽ നിന്ന് വാങ്ങിച്ച താറാവാണ് കേട്ടോ. ഇപ്പോൾ പെടത്താറാവിനെയാണ് ഈ പ്രാവശ്യം മേടിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ വീന്താലും റെഡിയാക്കണേ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ചെറിയ ഉരുളൻ ചട്ടിയിലാണ് കേട്ടോ വീന്താലമൊക്കെ വെക്കണത്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, മുരിങ്ങാത്തോലി, കടുക് പരിപ്പ് എല്ലാം അരച്ച് റെഡിയാക്കി വെക്കണ അരപ്പാണുള്ളത്. നമുക്കപ്പോൾ സവാള 2 സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞേക്കണേണ്. അതങ്ങായിട്ട് കൊടുക്കാം. ബാക്കി മുഴുവനും അരപ്പായിട്ടാണ് കേട്ടോ ഇടുന്നത്. അരപ്പിൽ ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങാത്തോലി, കടുക് പരിപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. മസാല എന്ന് പറയുന്നത് മസാല ഓടുകാച്ചി പൊടിച്ച മസാലപ്പൊടിയാണ്. അപ്പോൾ ഈ സവാള വാടി കഴിയുമ്പോൾ നമുക്ക് അരപ്പും കൂടി ഇട്ടൊന്ന് വാട്ടണം. എന്നിട്ടാണ് നമ്മൾ ഇറച്ചി റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് അരപ്പ്. ഇതിലെല്ലാം പെട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കടുക് പരിപ്പ്, മുരിങ്ങാത്തൊലി, മസാലക്കൂട്ടെല്ലാം കൂടി ഓട് കാച്ചിയത് എല്ലാം പെട്ടിട്ടുണ്ട് ഇതിൽ. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഒരു ഇതായിട്ടോ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേക്കാം. അപ്പോൾ 1 കിലോ ബീഫാണ് നമ്മൾ റെഡിയാക്കണത്. വിനാഗിരിയിൽ കൂത്താണ് ഞാൻ അരപ്പ് അരച്ചത് കേട്ടോ. അപ്പോൾ അല്പം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അത് പോരാ, കുറച്ചും കൂടി വേണം. നമുക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഒപ്പം കറിവേപ്പില കിടക്കട്ടെ. കറിവേപ്പില ഇപ്പോൾ ഇടണത് ഞങ്ങൾ ഇറച്ചിയുടെ കൂടെ ഞങ്ങളുടെ അലിഞ്ഞ് ചേരണം കേട്ടോ, അതാണ് ലാസ്റ്റ് ഇടാതെ ഇപ്പോൾ ഇടണത്. പിന്നെ നമുക്കിതാണ് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ബീഫ് അങ്ങായിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൂട്ടാം. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇറച്ചിയിൽ നിന്ന് തന്നെ തിളച്ച് കഴിയുമ്പോൾ വെള്ളം വരും. ചെറുതീയിൽ കിടന്ന് റെഡിയായിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് വെള്ളം അനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് ഇറച്ചി റെഡിയാവണം. അപ്പോൾ നന്നായിട്ട് പിടിക്കണം, ഉപ്പും വിനാഗിരിയും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേവ് നോക്കിയിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പം നമ്മുടെ വീന്താല് നോക്കാട്ടാ. ഞാനിതിപ്പോൾ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാ. ചെറുതീയിൽ കിടക്കണേണ്. അപ്പോൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചിരുന്നു, വറ്റാറായപ്പോൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ ഒന്നും കൂടി റെഡി ആവാനുണ്ട്. അരമണിക്കൂറോളം ആയി. ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടോ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി ആവട്ടെ. അപ്പോൾ വീന്താലും നോക്കാട്ടോ.
എന്തായാലും എന്ത് റെഡിയാക്കണേയാണ് വറ്റിയിട്ടുണ്ട്. ഇത്ര ഗ്രേവി വേണം നമുക്ക് കഴിക്കാനായിട്ട്, ഇത്തിരി ഗ്രേവി കിട്ടണം. അപ്പോൾ പണ്ടൊക്കെ കാരണന്മാർ പറയണത് ഈന്താൽ വെച്ചാൽ ഒരു സാധനം, അതായത് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഒരു സാധനത്തിൻ്റെയും ഇങ്ങനെ സവാള ഒന്നും കാണരുത്, എല്ലാം അലിഞ്ഞ് ചേരണമെന്നാണ് പറയണം. ഗ്രേവിയിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് റെഡി ആയിട്ടുണ്ട്. സമയത്ത് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടി ലാസ്റ്റ്. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞാൻ ഇട്ടട്ടാ ചെറുതീയിൽ. അപ്പോൾ കുക്കറിൽ വെക്കുന്നവരും ഉണ്ട്. കുക്കറിൽ വെക്കുമ്പോൾ ആ രുചി ഈ രുചി കിട്ടില്ല, പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് റെഡിയാവും. പക്ഷെ ഇതാകുമ്പോൾ ആ ഗ്രേവിയിൽ കിടന്ന് റെഡിയാണതാണ്. വീന്താൽ വേറൊരു ടൈപ്പിലും വെക്കാം, എല്ലാം കൂടി അങ്ങോട്ട് അരപ്പെല്ലാം കൂടി അങ്ങോട്ട് പുരട്ടി വെക്കണവരും ഉണ്ട്, താളിക്കാതെ പച്ചനെ. പിന്നെ ഇറച്ചി വലിയതുണ്ടായിട്ട് വേവിച്ചിട്ട് നുറുക്കി റെഡിയാക്കുന്നതും ഉണ്ട്. 3 ടൈപ്പിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പാണ്. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേ ഞാൻ തിരുതക്കണമ്പിൻ്റെ ഒരു 5-8 കഷ്ണം ഞാൻ എടുത്ത് ഇന്നലെ മാറ്റി വെച്ചിരുന്നിട്ടാണ്. ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പാല് കറി വെക്കാൻ പോവാണ്, വിനാഗിരിയൊക്കെ ഇട്ട് ഉച്ചക്കത്തേക്ക്. ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ മെയിൻ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അല്പം ഉലുവ ഒന്ന് പൊട്ടിക്കാം. സവാളയാണ് കേട്ടോ ഞാൻ എടുക്കണത്. അപ്പോൾ ഇതൊരു 1/2 കിലോനധികം ഉണ്ട് മീൻ. ഒപ്പം തന്നെ വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. പകുതി 50% വാടിയിട്ടുള്ളൂ. അപ്പോൾ 50% അരപ്പിക്കിടുന്ന റെഡിയാകേണ്ടത്. ഇത് ഞാനിപ്പോൾ ഉണ്ടല്ലോ പൊടികളെല്ലാം അരപ്പാക്കി വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല അല്പം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരപ്പാക്കി വെച്ചിരിക്കുകയാണ്. അരപ്പാക്കി വെക്കുമ്പോൾ നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകില്ല, അതുപോലെ തന്നെ കറിക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അരപ്പിങ്ങനെ എണ്ണയിൽ വാട്ടി റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഈ അരപ്പും ഈ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പാലാണ്, തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ഒരുവിധം കുറുക്കൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റപ്പാലാണ്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീനിട്ട് റെഡിയാക്കാം. അപ്പം നമ്മുടെ ചാറൊക്കെ നോക്കാട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊരു 10 പീസുണ്ട്. അപ്പോൾ നമ്മുടെ കറി നോക്കാട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് അധികമായി. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിരുത പാല് കറി വെച്ച കറി റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകോട്ടോ. പാകമാണിപ്പോൾ. പുളിയെല്ലാം പാകമാണ്. ചോറിന് കഴിക്കാനാണ്. നമ്മുടെ തിരുതക്കറി റെഡിയായി.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഒരെണ്ണം ഇതാണ് കേട്ടോ. പിലോപ്പി വറുത്തതാണ്. വലിയ പിലോപ്പിയുടെ ഈ നടുനുറുക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉപ്പ് പുരട്ടിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് വറക്കണേണ്. ഇപ്പം 4 സൈഡും നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. അപ്പം ചെറുതീയിലാണ് ഇട്ടേക്കണത്. മൊരിയട്ടെ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യല് ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യല് നാരഞ്ചമ്മീൻ, അല്പം നാരഞ്ചമ്മീൻ ഉണ്ട്, 1/2 കിലോത്തോളം ഉണ്ട് കേട്ടോ. അതപ്പോൾ ഇത്തിരി അല്പം സവാളയൊക്കെ ഇത്തിരി അധികമായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ എല്ലാം ഇട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒലത്തിയെടുത്തതാണ് കേട്ടോ, താളിച്ചിട്ടൊന്നും ഇല്ല. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കിയെടുത്ത ചെമ്മീൻ ഒലത്താണിത്. എളുപ്പപ്പണിയാണിത്. അപ്പോൾ ഒരൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഒലത്തും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ അച്ചിങ്ങയും ചെമ്മീനും കൂടി ഒലത്തിയതാണ് കേട്ടോ. ഒരു പച്ചക്കറി മാത്രമേ ഉള്ളൂ, അതിതാണ്. അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടിയാണ് ഒരെണ്ണം. റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് താറാവ് കറിയാണ് കേട്ടോ. നല്ല കടമക്കുടി താറാവാണ്. മുട്ടത്താറാവായിരുന്നു കേട്ടോ, പെടത്താറാവായിരുന്നു. ഇപ്പോൾ 2 താറാവ് മേടിച്ച് കറി റെഡിയാക്കണതാണ്. അപ്പോൾ താറാവ് മാത്രം അങ്ങനെ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് റെഡിയാക്കിയ കറിയാണ്. പണ്ട് ഞാൻ പല വീഡിയോയും താറാവിൻ്റെ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഞാൻ പിന്നെ എടുത്തില്ല. ലാസ്റ്റത്തെ ഒരു സ്റ്റേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. റെഡിയായി കഴിഞ്ഞു. ലാസ്റ്റ് തേങ്ങാപ്പാൽ, തലപ്പാലൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ബ്രെഡും കൂട്ടിയാണ് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്രേവിയിലാണ് ഞാൻ എടുത്തത്. ഇനി ഒന്നുകൂടി ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. ഇത്രയും വേണം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ താറാവ് കറി റെഡിയായി. ഓക്കെ.